3 മിനിറ്റും 3 ചേരുവയും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അസാധ്യ രുചിയിലുള്ള ഒരു എണ്ണയില്ലാത്ത പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കുറവായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നല്ല ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്ന രീതിക്ക് തന്നെ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവയാണ്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് 1/2 കപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ബാക്കി റവയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടണം കേട്ടോ. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലല്ല, എന്നാലും നല്ലപോലെ ലൂസും ആവാൻ പാടില്ല. ഇനി ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് കേട്ടോ. അതിൽ നമുക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതിന് ശേഷം നമുക്ക് ഓരോ സ്പൂണും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവർ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു തുള്ളി മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഒന്ന് 2 സൈഡും ഒന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇത് മുറിച്ച് വെച്ചതൊക്കെ കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു രീതിക്കായിരിക്കും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.